ഈ വെള്ളത്തിൽ കുറെ ജീവികളുണ്ട് കേട്ടാ. ഷെൽസിലുള്ള ജീവിക്കണ ജീവികളാ. ഹലോ ഗൈസ്, ട്രാവൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇതാണ് 5ാമത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ ബന്ദർ അൽ കിരണിലാണ്, ഒരു മൗണ്ടൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഓക്കെ, ഇവിടുത്തെ വ്യൂ നോക്ക്, നല്ല ക്ലിയർ സീയും പിന്നെ സൂപ്പറാണ് ഇവിടെ. നോക്ക്, അവിടെ പാറക്കെട്ട്, പിന്നെ ഷിപ്സ് അവിടെ ഇവിടെ. ശരിക്കും നമുക്ക് താഴെ ടെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും നമ്മൾ ഒക്ടോബർ നവംബറിലൊക്കെ വന്ന് നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ ഒക്ടോബർ ആണ്, പക്ഷേ ഇപ്പോൾ തണുപ്പില്ല, ബിക്കോസ് ഉച്ചയായ കാരണം അത്ര തണുപ്പില്ല. ഇവിടുത്തെ വ്യൂ കൊള്ളാട്ടാ, കിടുക്കൻ വ്യൂ. നമ്മളപ്പോൾ ബന്ദർ അൽ കിരണിനെ വിട പറഞ്ഞ് നമ്മൾ ഈറ്റി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഗ്രാമത്തിൽ ഫുള്ള് മൗണ്ടൻസ് ആണ്. നോക്ക്, ശരിക്കും ഒമാൻ എന്ന് വെച്ചാൽ എന്തുവാന്നറിയാമോ, ഹൈക്കേഴ്സിന്റെ ബെസ്റ്റ് പ്ലേസ് ആണ്. അവർക്ക് മൗണ്ടൻസ് ഒക്കെ ക്ലൈംബ് ചെയ്യാം, അതേപോലെ ഒമാനിലെ മൗണ്ടൻസ് ഒക്കെ ക്ലൈംബ് ചെയ്യാം. ഒമാനിലെ ഫസ്റ്റ് ബിഗസ്റ്റ് മൗണ്ടൻ ആണ് ജബൽ ഷംസ്. സെക്കൻഡ് ആണ് ജബൽ കാർ. തേർഡ് ജബൽ ബിൽ ഐസ്. ഇതാണ് മാംഗ്രൂവ് ട്രീസ്. സണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വ്യൂ നോക്ക്, ബാക്കിൽ മൗണ്ടൻസ്, ഫ്രണ്ടിൽ ഡേറ്റ്സ് ട്രീ. നല്ല രസമല്ലേ കാണാൻ. ശരിക്കും നമ്മൾ ഒമാനിൽ ചപ്പുചവറ പ്ലാസ്റ്റിക് ഒന്നും കാണാറില്ല. ബിക്കോസ് എന്താണെന്നറിയാമോ, ചപ്പുചവറ പ്ലാസ്റ്റിക് നമ്മൾ സ്ട്രീറ്റ്സിൽ എവിടെയെങ്കിലും ഇട്ടാൽ പോലീസ് നമ്മളെ പിടിച്ചിട്ട് 1000 റിയാൽ ഫൈൻ അടിക്കും. 1000 റിയാൽ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 2 lakhs ഒക്കെ വരും. നമ്മളപ്പോ ഈറ്റി ബീച്ചിലേക്ക് എത്താറായി. നമുക്ക് അവിടെ വലിയ പാറ, നമ്മൾ അവിടെയൊക്കെ പോകാൻ പോകുന്നതാണ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ യെറ്റി ബീച്ചിലെത്തി. അപ്പൊ യെറ്റി ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട പാറ, പിന്നെ ഇവിടെ ബീച്ച്, പിന്നെ അവിടെ ഷിപ്പ്, പിന്നെ നോക്ക് നല്ല രസമല്ലേ കാണാൻ. ദേ അവിടെ മൗണ്ടൻ, ഇവിടെ കല്ല്. നോക്ക്, നല്ല സണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, പക്ഷെ വിൻഡ് നല്ല കൂൾ വിൻഡാ. നമ്മളിപ്പോ ദൂരെന്ന് കണ്ട കുറെ പാറകളൊക്കെ ഇല്ലേ, അവിടെ അതിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഇവിടെ കുറെ വെള്ളമൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവിടം വരെ എത്തി. വെള്ളത്തിന് നല്ല തണുപ്പാണ്ടാ, പിന്നെ അതിൻ്റെ ഒപ്പം നല്ല തണുത്ത കാറ്റും ഉണ്ട്. ഈ വെള്ളത്തിൽ കുറെ ജീവികളുണ്ട് കേട്ടാ. ഷെൽസിലുള്ള ജീവിക്കണ ജീവികളാ. നോക്ക്, നല്ല ക്ലിയർ സ്കൈ. പിന്നെ നോക്ക്, നമ്മൾ ആ ദൂരെന്ന് കണ്ട വലിയ വലിയ പാറകള്. ആ പാറയുടെ ആ ഷേപ്പ് ഒന്ന് നോക്കിയേ. പിന്നെ ആ കുഞ്ഞു കുഞ്ഞു കേവ്സ് പോലത്തെ സാധനം. ഇപ്പൊ സൺസെറ്റ് ആയി, സണ്ണ് താഴുന്നുണ്ട്. പക്ഷെ നല്ല കൂള് വിൻഡാണ് ട്ടാ. അങ്ങനെ നമ്മൾ യത്തി ബീച്ചിനെ വിട പറയുന്നു. അപ്പൊ നമ്മൾ മനോഹരമായ വ്യൂ കണ്ടപ്പോൾ ഒന്ന് കാറ് നിർത്തിയതാണ്. ഇത് ഇറ്റി ബീച്ചിന്റെ ഒരു ഇത്തിരി പാർട്ടാണ്. നോക്ക്, ഇവിടെ ഫുള്ള് പായല്, പിന്നെ ബാക്കിൽ സാൻഡ്, പിന്നെ അതിന്റെ ബാക്കിൽ ഇറ്റി ബീച്ചിന്റെ ഒരു ഇത്തിരി വെള്ളം, പിന്നെ അതിന്റെ ബാക്കിൽ അവർ സ്റ്റോൺ വെച്ചിട്ട് എന്തോ ഉണ്ടാക്കി, അതറിയത്തില്ല എന്ത് വന്നു. പിന്നെ അതിന്റെ തൊട്ട് ബാക്കിൽ മൗണ്ടൻസ്. നല്ല രസമല്ലേ കാണാൻ, നല്ല സീനറി. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ വ്യൂ നോക്ക്, നല്ല വ്യൂ അല്ലേ കാണാൻ, നല്ല വ്യൂ നോക്ക്. ശരിക്കും ഒമാനിലാകെ ഇത്തിരി സാൻഡ് ഡ്യൂൺസ് ഉള്ളൂ. ഇപ്പൊ ഇത് മസ്കറ്റ് ആയ കാരണം ബൗഷർ എന്ന് പറഞ്ഞ പ്ലേസിൽ മാത്രമേ ഒരു കുഞ്ഞി സാൻഡ് ഡ്യൂൺസ് ഉള്ളൂ. കുഞ്ഞി സ്ഥലത്ത് മാത്രമേ സാൻഡ് ഡ്യൂൺസ് ഉള്ളൂ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നമുക്കിനി അടുത്ത വ്ലോഗുമായി ഞാൻ പിന്നെ വരും. അപ്പോൾ സൈൻ ഔട്ട് ബൈ കിച്ചു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.